ഇന്ന് രാവിലെ ബസ് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഞങ്ങളുടെ വണ്ടിക്കാര് വേറെ ഏതോ ഒരു വണ്ടിക്കാരായിട്ട് തല്ലുകൂടുന്നതാണ് കേട്ടാ. അടിപിടിയൊന്നുമില്ല, വാക്ക് തർക്കമാണ് ഇവര് തമ്മിൽ. അപ്പൊ നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ ഓടി വന്ന് ചീത്ത പറയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ നേരെ ഷൊർണൂർ റോട്ടിക്കൂടെ നടന്നു നമ്മുടെ ഓഫീസിലേക്ക്. ഓഫീസിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റെയറിക്കോടെ പോവാന്ന്. അങ്ങനെ ഞാൻ സ്റ്റെയറിക്കോടെ പോയി നേരെ ഫുഡ് റൂമിൽ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബിന്ദു ചേച്ചി ഒരു പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോർത്ത് ഫ്ലോറിൽ പോയിട്ട് ഞങ്ങളുടെ സിസ്റ്റമൊക്കെ ഓൺ ചെയ്ത് ഞങ്ങളുടെ വർക്ക് തുടങ്ങി. ഇപ്പം അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആസ് യൂഷ്വൽ നമ്മുടെ കൗസ്തുഭത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു, അത് കാരണം അത് കഴിക്കാനായിട്ട് പോയി. അവിടെ സാമ്പാർ, അതേപോലെ തന്നെ ഒരു പരിപ്പ് കറി, പിന്നെ കൂട്ടുകറി, പിന്നെ ഇന്ന് വെറൈറ്റിക്ക് അച്ചാർ മാറ്റി പിടിച്ചവർ നെല്ലിക്ക അച്ചാറായിരുന്നു. അപ്പം ഞാൻ എക്സ്ട്രാ ഒരു തവണയും കൂടി ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് ആ ചേട്ടൻ ഇട്ട് തന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പായസം അരിപ്പായസമായിരുന്നു കേട്ടോ, പാൽപ്പായസം. ഇന്നലത്തെ പോലെ തന്നെ വലിയ ക്യൂ ആയിരുന്നു കേട്ടോ ഇന്നും. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ ഒരു സീനിയർ ചേട്ടൻ ഉണ്ടായിരുന്നു, ആള് കുറേ സാധനങ്ങൾ തിന്നാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചാമ്പയ്ക്കും അതേപോലെ തന്നെ കശുമാങ്ങ, പിന്നെ മാങ്ങ നമുക്ക് ബിന്ദു ചേച്ചി തന്നതാട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ കഴിച്ചു. അങ്ങനെ നേരെ ബസ്സിൽ കയറി ഹൈലൈറ്റ് മാളിലേക്ക് തിരിച്ചു വിട്ടാ. എൻ്റെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവള് നേരെ അങ്ങോട്ട് വരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ KFC വാങ്ങിച്ചു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലുലുവിൽ പോയിട്ട് എന്തോ ഒരു കേക്ക് ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ച് കഴിച്ചു വിട്ടാ. പിന്നെ ഈ ആൾക്കാരൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളി കാണാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അമ്മ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ചിക്കൻ കറി കൂട്ടി കഴിച്ചു. ഓക്കെ, ബൈ ബൈ.